ഇന്ന് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഒരു കുനാഫ് ഉണ്ടാക്കിയാലോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. അത്ര നല്ല ടേസ്റ്റ്, ഇത്രയും ടേസ്റ്റിയാണ് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എന്നാൽ വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ നേരെ ടൈപ്പ് സേമിയാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങാൻ കിട്ടുന്ന ഒരു സേമിയാണ്. നമുക്കിതാദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടുന്നതാണ്. ഞാനെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞതാണ്, നമുക്ക് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വെറുതെ കുറേയാക്കി വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചെറിയൊരു കുനാഫയാണ് ഉണ്ടാക്കുന്നത് ഞാൻ. ഇതിലേക്ക് 3 സ്പൂണ് നമുക്ക് മിൽക്കി മേഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂണ് പഞ്ചസാര പൊടിച്ചതാണ്. നിങ്ങൾക്ക് ഇത് കൂടുതലാണ് ആക്കേണ്ടതാണെങ്കിൽ ഇതിൻ്റെ നേരെ ഡബിൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് 1/2 ഗ്ലാസ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഗ്ലാസ് പാലിലും ഇത് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 2 സ്പൂണ് കസ്റ്റേർഡ് പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ഇതുപോലെ നിങ്ങൾ കൂടുതലാണ് ആക്കുന്നതെങ്കിൽ ഇതിൻ്റെ നേരെ ഡബിൾ തന്നെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഗ്രൗണ്ട് ഫ്ലവർ പൗഡർ ചേർത്ത് കൊടുക്കാം. അത് 2 സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ലോണം കട്ടയൊക്കെ ഒടയുന്ന രൂപത്തിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ്, 4 ഏലക്ക പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അഥവാ വെനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര പൊടിച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ടോട്ടൽ 3 സ്പൂണ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് തീയിൽ വെച്ച് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മെൽട്ടായി കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം, വേറെ എവിടെയും മാറിപ്പോകാൻ പറ്റില്ല. ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് മിൽമ നെയ്യ് നമുക്ക് പുരട്ടി കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയായ ഒരു കുനാഫയാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട ഇത് എത്രയും കുറച്ചാക്കുന്നത്, നമുക്ക് വളരെ കുറഞ്ഞ ആളായതുകൊണ്ടാണ് കുറച്ചുണ്ടാക്കുന്നത്. നമ്മളെല്ലാം നമുക്ക് ആൾ കണക്കായിട്ടല്ലേ ഉണ്ടാക്കണ്ടോ, കൂടുതലായിട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതുപോലെ നമുക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മുടെ റെഡിയാക്കി വെച്ച ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും കണ്ടോ. ഇത് നേരത്തെ കുറച്ച് ലൂസ് ഉണ്ടായിനി, നമ്മൾ ഇത് റെഡിയാക്കുമ്പോൾ തന്നെ അത് കട്ട പിടിച്ചാലും പ്രശ്നമൊന്നുമില്ല. അത്രയും നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്കിതൊന്ന് നല്ലൊരു ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മിൽക്കി മേഡ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ സേമിയൻ്റെ ബാക്കിയുള്ളത് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതൊന്ന് നല്ല ലെവലാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മിൽക്കി മേഡ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. സംഭവം അടിപൊളി തന്നെ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിന്. കുറച്ചാക്കിയത് കൊണ്ടാണ് ഇത് കുറഞ്ഞതായിട്ട് കാണുന്നത്. നമുക്ക് അത്ര ആളുള്ളൂ അതാണ്. നിങ്ങൾക്ക് അഥവാ മൈക്രോവേവ് ആണെങ്കിൽ മൈക്രോവേവിൽ ഇതുപോലെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ ഇഡ്ഡലി ചെമ്പിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കുന്നതാണ്. 10 മിനിറ്റിന് ശേഷം നമുക്കിതെന്തായാലും നോക്കാം. ഇപ്പം നമ്മുടെ ഇതൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി കുനാഫ് പോലത്തെ ഒരു കുനാഫ് റെഡിയായി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ല. ഇതുപോലെ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.